ഇന്നത്തെ അതിഥി പ്രഖ്യാത പത്രപ്രവർത്തകൻ ശ്രീ BRP ഭാസ്കർ. ബാബു ഭാസ്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ഹിന്ദുവിൽ നിന്ന് പത്രപ്രവർത്തനം തുടങ്ങി സ്റ്റേറ്റ്സ്മാനിലും പേട്രിയോട്ടിലും കടന്ന് ഇന്ത്യയിലെ പ്രമുഖ ദേശീയ വാർത്താ ഏജൻസിയായ യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയെ വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ട് അതിൽ ദീർഘകാലം പ്രവർത്തിച്ചു. ഏറ്റവും ഒടുവിലായി ബാംഗ്ലൂരിൽ നിന്നുള്ള ഡെക്കാൻ ഹെറാൾഡിൻ്റെ സീനിയർ പത്രാധിപരായും പ്രവർത്തിച്ചു. ഔദ്യോഗികമായി പത്രപ്രവർത്തന രംഗത്ത് നിന്ന് വിശ്രമിച്ചതിന് ശേഷം തിരുവനന്തപുരത്ത് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മനസാക്ഷി ഉണരേണ്ട ഘട്ടത്തിൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം നാം എപ്പോഴും കേൾക്കുന്നു. സ്വാതന്ത്ര്യ സമരസേനാനിയും പത്രപ്രവർത്തകനുമായിരുന്ന ശ്രീ AK ഭാസ്കറിൻ്റെ പുത്രനാണ് ശ്രീ ബാബു ഭാസ്കർ. സർ, ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് തന്നെ വരണമെന്നുള്ളത് പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യം കൊണ്ട് പത്രപ്രവർത്തന രംഗത്ത് വന്നതാണ്? ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് എൻ്റെ അച്ഛൻ ഒരു പത്രം തുടങ്ങി. ആ പത്രം വളരെ കാലമൊന്നും നിലനിന്നില്ല. പക്ഷേ അതിൽ ചില പ്രഗത്ഭരായ പത്രപ്രവർത്തകർ പണിയെടുത്തിരുന്നു. അതിൻ്റെ മുഖ്യ ശില്പികളെന്ന് പറയാവുന്നത് N. ബാപ്പുറാവു, K. കാർത്തികേയൻ എന്നിവരാണ്. ഇവർ രണ്ടുപേരും വളരെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പത്രപ്രവർത്തകരിൽ പെടുന്നു. പിന്നെ അന്ന് അവിടെ പത്രപ്രവർത്തനം ആരംഭിച്ച ചിലർ പിൽക്കാലത്ത് നമ്മുടെ പത്രപ്രവർത്തന രംഗത്തും സാംസ്കാരിക രംഗത്തും വളരെയധികം സംഭാവനകൾ നൽകിയവരാണ്. PK ബാലകൃഷ്ണൻ, CN ശ്രീകണ്ഠൻ നായർ, ഇപ്പോഴും കേരള കൗമുദിയിൽ പ്രവർത്തിക്കുന്ന N. രാമചന്ദ്രൻ നായർ, ഇവരൊക്കെ അതിൽപ്പെടുന്നു. അവരുമായിട്ടുള്ള ഇടപഴകിയതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ പത്രപ്രവർത്തനത്തിലേക്ക് തിരിയാൻ തുടങ്ങിയത്. എൻ്റെ അച്ഛന് അത് താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ എന്നെ എഞ്ചിനീയറോ അല്ലെങ്കിൽ പിന്നെ വല്ല ഉദ്യോഗസ്ഥനോ ഒക്കെ ആക്കണമെന്നായിരുന്നു. അല്ല, പത്രം നടത്തിയുള്ള തിക്താനുഭവങ്ങളായിരുന്നു ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുന്നതിന് കാരണം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം പത്രം അന്ന് ശൈശവദശയിലാണ്. അപ്പോൾ അത് നിൽക്കുന്നില്ലയോ എന്നുള്ളത് അറിയുന്നില്ല. പക്ഷേ ഭാവിയെക്കുറിച്ച്, മകൻ്റെ ഭാവിയെക്കുറിച്ച് ഏതായാലും എൻ്റെ അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പം ഇത്തരത്തിലുള്ള ഒന്നായിരുന്നു, ഉദ്യോഗസ്ഥനാവുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്നുള്ള തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായി പത്രത്തിൽ ഒരു ചെറിയ ലേഖനം എഴുതിയപ്പോൾ അത് ആരും അറിയാതെയാണ് ചെയ്തത്. വെച്ചാൽ പിന്നീട് പോസ്റ്റിൽ അയച്ചു കൊടുത്തു. അത് അച്ചടിച്ച് വന്നതിന് ശേഷം ഞാൻ ബാപ്പുറാവുവിനോട് അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ബാപ്പുറാവു അതിനെക്കുറിച്ച് അച്ഛനോട് സംസാരിച്ചു. അല്ല, അച്ഛൻ്റെ പത്രത്തിലേക്ക് പോസ്റ്റിലായിരുന്നു ലേഖനം അയച്ചത്. കാരണം അത് ആരും അറിയാതെ, ഞാനാണ് എഴുതിയതെന്നുള്ളത് അറിയരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ചടിച്ച് വന്നതിന് ശേഷം ബാപ്പുറാവു സാറ് അച്ഛനടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു. അച്ഛൻ്റെ പ്രതികരണം വളരെയധികം പിന്നെ ക്ഷോഭത്തോടു കൂടിയുള്ളതായിരുന്നു. കാരണം അച്ഛൻ്റെ കണക്കുകൂട്ടലിൽ നിന്ന് തെറ്റിപ്പോകുന്നു എന്നുള്ള മനസ്സിലാക്കിയത് കൊണ്ടിട്ടാണ്. അതുകൊണ്ട് എന്നെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിൽ പിന്നെ സഹായകമായ നിലപാടെടുത്തു. പക്ഷേ ഒടുവിൽ ഞാൻ ഇംഗ്ലീഷ് പത്രപ്രവർത്തനം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും അതുകൊണ്ട് സംസ്ഥാനത്തിന് പുറത്ത് പണിയെടുക്കേണ്ടി വരികയും ചെയ്തു. ഈ ജീവിതത്തിനിടയിൽ ആരെയാണ് റോൾ മോഡലായിട്ട് ബാബു ഭാസ്കർ സ്വീകരിച്ചിട്ടുള്ളത്? അങ്ങനെ ഒരു റോൾ മോഡലിനെ സ്വീകരിച്ചതായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മലയാളത്തിൽ ഞാൻ ആദ്യം പരിചയപ്പെട്ട ആളുകളിൽ ഞാൻ പറഞ്ഞല്ലോ ബാപ്പുറാവു സാറ് എൻ്റെ മേലിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരാളാണ്. ഞാൻ ബാപ്പുറാവുവിനെ കാണുന്നത് മലയാളത്തിലെ ആദ്യ പ്രൊഫഷണൽ ജേർണലിസ്റ്റായിട്ടാണ്. കാരണം സാധാരണഗതിയിൽ പത്രപ്രവർത്തനത്തിലേക്ക് വരുന്നവരൊക്കെ മറ്റ് എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണ് ഇതിലേക്ക് വരുന്നത്. ഒന്നുകിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൽ പ്രസ്ഥാനത്തിനോടുള്ള താല്പര്യം, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ് നമ്മളെ പത്രപ്രവർത്തനത്തിലേക്ക് ആ കാലഘട്ടത്തിൽ ആളുകളെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് വ്യക്തമായി അത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നില്ല. അങ്ങനെയുള്ള യാതൊന്നില്ല, രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പത്രപ്രവർത്തനത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ആദ്യത്തെ മലയാളത്തിലെ പ്രൊഫഷണൽ ജേർണലിസ്റ്റായിട്ടാണ്. അദ്ദേഹം എന്നെ തീർച്ചയായിട്ടും പ്രൊഫഷണലിസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിൽ വളരെയധികം സഹായിച്ചു. പക്ഷെ മലയാള പത്രപ്രവർത്തന ചരിത്രത്തിൽ അദ്ദേഹത്തിന് വേണ്ടത്ര സ്ഥാനമില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അതിന് വളരെ വ്യക്തമായ ഒരു കാരണം ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നത്, ഈ സമൂഹത്തിൽ അത്തരത്തിലുള്ള അംഗീകാരവും ആളുകൾ ഓർമ്മിപ്പിക്കപ്പെടണമെങ്കിൽ ഏതെങ്കിലും വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കണം, അല്ലെങ്കിൽ ഒരു വലിയ സമുദായത്തിൻ്റെ ഭാഗമായിരിക്കണം. ഈ തരത്തിലുള്ള എന്തെങ്കിലും ബാന്ധവത്തിൻ്റെ പേരിൽ മാത്രമേ ഇന്ന് മനുഷ്യർ ഓർമ്മിക്കപ്പെടുന്നുള്ളൂ. ഇത് കഴിഞ്ഞ പത്രപ്രവർത്തന രംഗത്തേക്ക് പോയതിന് ശേഷം ഏതെങ്കിലും പത്രപ്രവർത്തനത്തിൻ്റെ പ്രത്യേക ശാഖയിൽ പ്രാവീണ്യം നേടണമെന്നോ അല്ലെങ്കിൽ അതിൽ പ്രാമുഖ്യം നൽകണമെന്നോ താങ്കൾക്ക് തോന്നുന്നുണ്ടായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ വളരെയൊന്നും ഇതിനെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ ഞാൻ ആലോചിച്ചിരുന്നില്ല. ഹിന്ദുവിൽ ഒരു ട്രെയിനിയായിട്ട് ചേർന്നു, അത് കഴിഞ്ഞ് അവിടെ തന്നെ സ്റ്റാഫിൽ ചേർന്നു. ആ കാലഘട്ടത്തിൽ ഹിന്ദുവിലെ രീതിയിൽ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ നല്ല ഭാവിയുള്ളത് സബ് എഡിറ്റേഴ്സിനാണ്, ഡെസ്കിൽ വർക്ക് ചെയ്യുന്നവർക്കാണ്. റിപ്പോർട്ടർമാരേക്കാൾ കൂടുതൽ ഡെസ്കിലുള്ളവർക്കായിരുന്നു. അവിടെ ഡെസ്കിൽ തന്നെ എത്തിയത് കൊണ്ടിട്ട് വളരെ സന്തോഷകരമായ ഒരവസ്ഥയിൽ അങ്ങനെ കഴിയുകയാണ്. അവിടെ നിന്ന് മാറണമെന്നുള്ളൊരു ചിന്ത എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഹിന്ദു വിട്ടതിന് ശേഷം സ്റ്റേറ്റ്സ്മെനിൽ പോയി, അവിടെയും ഡെസ്കിലാണ് ഞാൻ പണിയെടുത്തത്. അത് കഴിഞ്ഞിട്ട് പേട്രിയറ്റിൽ എടത്തട്ട നാരായണൻ പേട്രിയറ്റ് പത്രം തുടങ്ങുമ്പോൾ അതൊരു വ്യത്യസ്ത പത്രമായിട്ടാണ് ആരംഭിച്ചത്. അതായത് മറ്റ് പത്രങ്ങളെല്ലാം, വലിയ പത്രങ്ങൾ പൊതുവെ ഡൽഹിയിലെ വടക്കുള്ള പത്രങ്ങളെല്ലാം തന്നെയും വലിയ സാമ്പത്തിക സാമ്രാജ്യങ്ങളുടെ ഭാഗമായി മാറിയ കാലഘട്ടത്തിലാണ് അദ്ദേഹം സ്വതന്ത്രമായ ഒരു ഇടതുപക്ഷ ചായ്വുള്ള ദിനപത്രം ആരംഭിച്ചത്. അദ്ദേഹം ഇതിലൊക്കെ പലതിലും ജോലി ചെയ്തിട്ടുള്ള ആളുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് തുടങ്ങി. അപ്പോൾ അതിൽ ചേരുന്ന കാലഘട്ടത്തിൽ അസിസ്റ്റൻറ്റ് എഡിറ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതും ഒരർത്ഥത്തിലൊരു ഡെസ്ക് പണിയാണ്, അസിസ്റ്റൻ്റ് എഡിറ്റർ. ഇപ്പോൾ റിപ്പോർട്ടിങ് കാര്യമായിട്ടൊന്നും ചെയ്തിരുന്നില്ല. എനിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരവസരം ഇതിനിടയിൽ ഉണ്ടായത് പേട്രിയറ്റിൽ ജോലി ചെയ്യുമ്പോഴാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരമശേഷം അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മവുമായി ഇന്ദിരാഗാന്ധി ഒരു പ്രത്യേക തീവണ്ടിയിൽ അലഹബാദിലേക്ക് പോയി. ആ തീവണ്ടിയിൽ അത് കവർ ചെയ്യാൻ പോയ ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ചിതാഭസ്മത്തിൻ്റെ നിമഞ്ജനം കവർ ചെയ്തു. അതാണ് ഞാൻ യഥാർത്ഥത്തിൽ പുറത്തുപോയി നടത്തുന്ന ഗൗരവതരമായ റിപ്പോർട്ട്, ആദ്യത്തെ ഒരു റിപ്പോർട്ടിംഗ് സംഭവം എന്ന് പറയാവുന്നത്.